ഹലോ മക്കളെ കേൾക്കാമല്ലോ അല്ലേ? അപ്പോൾ മിസ് ഓൾറെഡി നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് നല്ല രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനി ഏറ്റവും ടഫുള്ള ചാപ്റ്ററും അതുപോലെ അത്യാവശ്യം വെയിറ്റേജുള്ള മാർക്കൊക്കെ വരുന്ന സാധനമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നാളെ എക്സാം എഴുതണം, ആരും ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക. നിങ്ങൾ ഓൾറെഡി എല്ലാം പഠിച്ചു കഴിഞ്ഞു, പല പല ട്യൂഷൻ ക്ലാസ്സിലും പല പല സ്കൂളുകളിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ചു. പഠിച്ച കാര്യം ബ്രഷപ്പ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഇന്ന് കയറാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രി ഐഡൻറ്റിറ്റീസ് എന്ന ചാപ്റ്ററാണ്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, പ്രൂവ് ദാറ്റ് എന്ന ക്വസ്റ്റ്യൻസ് വരും, പിന്നെ കുറച്ച് സോൾവ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് വരും. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൽ ആദ്യം അറിഞ്ഞതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫോമുലാസ് ആണ്, വേറെ ഒന്നുമല്ല. നമ്മൾ ആദ്യമേ ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും അതിന് പറയുന്ന പേരാണ് ഹൈപ്പോട്ടന്യൂസ്. ശരിയല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയും, ശരിയല്ലേ? എങ്കിൽ ഇതാ ഞാനിപ്പം ഇതൊരു ആംഗിൾ തീറ്റ ആയിട്ട് എടുത്തുവെങ്കിൽ ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡിന് എപ്പോഴും ഓപ്പോസിറ്റ് എന്ന് പറയും. ഇതിൻ്റെ കൂടെ കിടക്കുന്ന സൈഡ് അതിനെ എപ്പോഴും അഡ്ജസ്റ്റൻ്റ് എന്നും പറയും. ക്ലിയർ ആയല്ലോ? സപ്പോസ് ഇപ്പോൾ ആംഗിൾ ഇതാ ഇവിടെ ആംഗിൾ എന്നെങ്കിൽ ആംഗിൾ ഇവിടെ ആൽഫ എന്ന ആംഗിൾ എന്നെങ്കിൽ ആൽഫയുടെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും ഓപ്പോസിറ്റും ആംഗിളിന് അടുത്ത് വരുന്ന സൈഡ് എപ്പോഴും അഡ്ജസ്റ്റൻ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു തിയറമാണ്. ഓക്കെ, ആ തിയറത്തിൻ്റെ പേരാണ് പൈത്തഗോറസ് തിയറം. പൈത്തഗോറസ് തിയറത്തെ ഫോർമുല വെച്ച് വേറെ ഒന്നുമല്ല, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസിക്കൽ ടു എന്താ അഡ്ജസൻറ്റ് സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം വരുന്നത്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസിക്കൽ ടു അഡ്ജസൻറ്റ് സ്ക്വയർ പ്ലസ് ഓപ്പോസിറ്റ് സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് സാധനമാണ്. ഓക്കെ, ഇനി ഈ ചാപ്റ്റർ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്ന് 3 ഫോമുലയുണ്ട്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ സൈൻ സ്ക്വയർ തീറ്റ, സൈനിൻ്റെ സ്ക്വയർ എടുത്തിട്ട് തീറ്റ പ്ലസ് കോസിൻ്റെ സ്ക്വയർ എടുത്ത് കൂട്ടുമ്പോൾ എപ്പോഴും കിട്ടുന്ന ഉത്തരം 1 ആണ്. അത് സൈൻ എപ്പോഴും തലയിരിച്ചിരുന്നത് എന്താ? കൊസീക്ക് അല്ലേ? അപ്പോൾ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് എന്താ? ഓൾറെഡി ആകെ ഐഡൻറ്റിറ്റി 3 ഉള്ളൂ. സൈൻ, കൊസീക്ക്, കോട്ട്, കോസ്. ഓൾറെഡി കോസ് മോളി വന്നു, കൊസീക്ക് ഇവിടെ എഴുതി. ബാക്കി ഇനിയുള്ള കോട്ട് സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 1. അടുത്ത മൂന്നാമത്തെ വെച്ചാൽ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 1. ഈ 3 കാണാൻ പഠിച്ചു വയ്ക്കണം. അപ്പോൾ എന്താണ് സൈൻ കോസ് ടാൻ്റെ ഫോമുല? എന്താണ് സൈൻ കോസ് ടാൻ? അതുപോലെ തന്നെ എന്താ കൊസീക്ക് സീക്ക് കോട്ട്. ഇതിൻ്റെ ഫോമുല എന്താണ്? അപ്പോൾ ഇതിനൊരു പഴഞ്ചൊല്ലുണ്ട്, വേറെ ഒന്നുമല്ല. പഴഞ്ചൊല്ല് ഇതാണ്, ഓൾഡ് ഹെൻറി ആൻഡ് ഇസ് ഓൾഡ് ആൻറ്റി. ഓൾഡ് ഹെൻറി ആൻഡ് ഇസ് ഓൾഡ് ആൻറ്റി. ഇതാണ് പഴഞ്ചൊല്ല്. അപ്പോൾ എന്താ വേറെ ഒന്നുമല്ല, ഓൾഡ് ഹെൻറിയിൽ ആദ്യത്തെ ഓയി വെച്ച് കൊടുക്കുന്നു, അതാണ് സൈൻ്റെ. അപ്പോൾ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അടുത്ത ആൻറ്റിസിൻ്റെ എ വെച്ച് കൊടുക്കുന്നു, അതാണ് കോസിൻ്റെ ഫോമുല. അപ്പോൾ എന്താ? എ ബൈ എച്ച്. അപ്പോൾ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ടാനിൻ്റെ എന്താ? ടാൻ്റെ ഫോമുല എന്ത് വരും? ഓക്കെ, ഒ ബൈ എ കേട്ടോ, ഒ ബൈ എ. എങ്കിൽ കൊസീക്ക് വെച്ചാൽ സൈൻ തലകരിച്ചാണ് കൊസീക്ക്, അപ്പോൾ എന്താ? ഒ ബൈ എച്ച് ആണെങ്കിൽ എച്ച് ബൈ ഒ എന്ന് വരും. സീക്ക് എന്ന് പറയുമ്പോൾ എന്താ? കോസ് തലകരിച്ചാൽ സീക്ക്, അപ്പോൾ എന്താ? എച്ച് ബൈ എ എന്ന് വരും. കോട്ട് എന്ന് പറയുമ്പോൾ എന്താ? എ ബൈ ഒ എന്ന് വരും. ഇതാണ് വരുന്നത്. അപ്പോൾ ഫോമുല കിട്ടിയില്ല, ക്ലിയർ ആയല്ലോ? സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട് എല്ലാം പഠിച്ചു. അടുത്ത ഫോമുല വെച്ച് എന്താ? ടാൻ്റെ ഫോമുല വെച്ച് ടാൻ എപ്പോഴും എന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇതാണ് ടാൻ്റെ ഫോമുല. അതിന് കോട്ട് എന്ത് വരും? കോട്ട് ടാൻ തലകരിച്ചത്, അപ്പോൾ എന്താ? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഇതാണ് കോട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ഫോമുല. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രിഗ്നോമെട്രിക് ടേബിൾ അറിഞ്ഞു, ടേബിളിൻ്റെ വാല്യൂസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സൈൻ കോസ് ടാന് കൊസീക്ക് സീക്ക് കോട്ട്. ഇതാണ് ട്രിഗ്നോമെട്രിക് ടേബിൾ. അപ്പോൾ സൈൻ 0 ഡിഗ്രിയുടെയും 30 ഡിഗ്രിയുടെയും 45 ഡിഗ്രിയുടെയും 60 ഡിഗ്രിയുടെയും 90 ഡിഗ്രിയുടെ ഫോമുലേഴ്സ് കാണാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, വാല്യൂസ് കാണാൻ. അപ്പോൾ ഇത് വാല്യൂ എങ്ങനെ കാണാൻ വെച്ചാൽ എല്ലാം കാണാൻ പഠിക്കേണ്ട ആവശ്യം. ട്രിക്ക് ചെയ്യുമ്പോൾ ട്രിക്ക് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോ. സൈൻ 0 എപ്പോഴും 0 ആണ്. സൈൻ 0 എപ്പോഴും 0 ആണ്. സൈൻ 30 എപ്പോഴും 1/2, 45 1/√2, 60 √3/2, 90 1. ഇത്ര സാധനം മാത്രം പഠിച്ചാൽ വേറെ ഒന്നും ഇനി പഠിക്കേണ്ട. ഇത് മാത്രം പഠിച്ചാൽ മൊത്തം കിട്ടും, വേറെ ഒന്നുമല്ല. ഓക്കെ, സൈൻ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതിയ സെയിം വാല്യൂസ് തിരിച്ച് കോസ് എന്താ? റൈറ്റിൽ ലെഫ്റ്റിലേക്ക് എഴുതിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ? സൈൻ 0 to 1 വരെ എഴുതിയില്ല, ആ സെയിം സാധനം തന്നെ കോസ്. കോസ് ആകുമ്പോൾ എന്താ? റൈറ്റിൽ കിടന്ന വാല്യൂ എന്താ? അത് 1 എഴുതി. ഇവിടെ റൈറ്റിൽ കിടന്ന √3/2 എഴുതി. ഇത് കണ്ട 1/√2 എഴുതി. ഈ വാല്യൂ ഇങ്ങോട്ട് ഇപ്പം എന്താ? 1/2 എഴുതി. കണ്ട ഈ വാല്യൂ കണ്ട 0 എഴുതി. കണ്ട, അപ്പോൾ ഓൾറെഡി നമുക്കറിയാം ടാൻ എന്ന് വെച്ചാൽ എന്താ? സൈൻ ബൈ കോസ് നമുക്കറിയാം അല്ലേ? ടാൻ എന്ന് വെച്ചാൽ സൈൻ ബൈ കോസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ? ടാൻ 0 എന്ന് വെച്ചാൽ എന്താ? സൈൻ 0 ബൈ കോസ് 0. അപ്പോൾ എന്താ? 0/1 എന്താ? 0 വരും. ഇവിടെ എന്താ? സൈൻ 30 ബൈ കോസ് 30. അപ്പോൾ 1/2 √3/2. അപ്പോൾ എന്ത് വരും? 1/√3 വരും. ഇവിടെ എന്താ? 1 വരും. ഇവിടെ എന്താ? വെട്ടുമ്പോൾ സൈൻ ബൈ കോസ് √3/2 ബൈ 1/√2 1/2 എന്ന് പറയുമ്പോൾ എന്താ? √3 വരും. 1/0 1/0 ഏത് നമ്പർ ഡിവൈഡ് ബൈ 0 എന്ന് വെച്ചാൽ എന്താ? ഇൻഫിനിറ്റി, അഥവാ നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് എഴുതി. ക്ലിയർ അല്ലേ? അപ്പോൾ സൈൻ കോസ് ടാൻ കിട്ടി. ഓൾറെഡി ഞാൻ പറഞ്ഞു കൊസീക്ക് എന്ന് വെച്ചാൽ എന്താ? 1/sin. അപ്പോൾ എന്താ? കൊസീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/sin അല്ലേ? 1/0. അപ്പോൾ എന്താ? സൈൻ എന്താണെന്ന് കിട്ടുന്നത്? എൻ്റെ 1 എടുത്ത്. അപ്പോൾ 1/0. അപ്പോൾ കൊസീക്ക് എന്താ? 1/0. കൊസീക്ക് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/sin 0. അപ്പോൾ എന്താ? സൈൻ 0 0. അപ്പോൾ 1/0 ഇൻഫിനിറ്റി, നോട്ട് ഡിഫൈൻഡ്. അപ്പോൾ എന്താ? 1/1/2. അപ്പോൾ എന്താ? 2 വരും. ഇവിടെ എന്താ? √2 വരും. 2/√3 വരും. 1/1 വരും. അപ്പോൾ ഓൾറെഡി അടുത്ത് പറഞ്ഞു സൈൻ ലെഫ്റ്റ് റൈറ്റിലേക്ക് എഴുതുന്ന സെയിം വാല്യൂ ആണ് കോസ് അല്ലേ? റൈറ്റ് ലെഫ്റ്റിലേക്ക് എഴുതും. അതുപോലെ എന്താ? സീക്ക് എന്താ? ഒന്നെങ്കിൽ കോസ് തലകരിച്ച് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ എന്താ? കൊസീക്ക് കിട്ടുന്ന എന്താ വാല്യൂ? ആ വാല്യൂ
ലെഫ്റ്റ് റൈറ്റിലേക്ക് കൊസിക്കിന് എന്ത് വാല്യൂ ആണോ ആ വാല്യൂ റൈറ്റിൽ ലെഫ്റ്റിലേക്ക് സീക്കിന് എഴുതും. അപ്പോൾ സ്വാഭാവികം എന്താ ഇത് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 1 വരും. ഈ √2/√3 ഇവിടെ വരും. 2/√3 ഈ √2 ഇവിടെ വരും. ഇവിടെ 2 ഇവിടെ വരും. നോട്ട് ഡിഫൈൻഡ് ഇവിടെ വരും. ഓക്കെ, കോട്ട് എളുപ്പമാണ്. ടാൻ തലതിരിച്ചിരുന്ന കോട്ട്. അപ്പോൾ 1/tan ആണ് കോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക 1/10 കോട്ടാണെങ്കിൽ 1/10 കോട്ടാണെങ്കിൽ എന്താ അങ്ങനെ എഴുതാം. ഇല്ലെങ്കിൽ എന്താ ടാൻ ലെഫ്റ്റിൽ റൈറ്റിലേക്ക് എഴുതിയ വാല്യൂ എന്താണോ അത് നേരെ തിരിച്ചെഴുതിയാൽ റൈറ്റിൽ ലെഫ്റ്റിലേക്ക്. സ്വാഭാവികമായിട്ടും എന്താ ഈ വാല്യൂ ഇവിടെ വരും. നോട്ട് ഡിഫൈൻഡ് കേട്ടോ. ഈ വാല്യൂ ഇവിടെ √3 വരും. ഇത് 1 വരും. ഇവിടെ 1/√3 വരും. ഇവിടെ 0 വരും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ടേബിൾ. ഇതങ്ങ് കൺസ്ട്രക്ട് ചെയ്ത് നോക്കി എഴുതിയാൽ മതി പരീക്ഷകളിൽ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ലൈറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. വാല്യൂ എടുത്തില്ലെങ്കിൽ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് നോക്കി എഴുതിയാലും മതി. ഉത്തരം കിട്ടും. അപ്പോൾ ഇതാണ് നോട്ടിൻ്റെ വാല്യൂസ്. ഓക്കെ അല്ലേ? അപ്പോൾ വാല്യൂസ് പഠിച്ചു, അതുപോലെ ഐഡൻറ്റിറ്റീസ് ഫോർമുലാസ് പഠിച്ചു, ടേബിൾ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലേ? ഇത്രയും സാധനങ്ങൾ പഠിച്ചെടുത്തു. ഓക്കെ അല്ലേ? അങ്ങനെ അടുത്ത പഠിക്കാനുള്ളത് കോംപ്ലിമെൻ്ററി ആംഗിളിൻ്റെ കുറച്ച് ഫോർമുലയാണ്. ഒരു അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ലെസ് ദാൻ 90 ഡിഗ്രി വരുന്നതാണ് അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അപ്പം നമുക്ക് എപ്പോഴും അറിയാം എന്താ സം ഓഫ് ടു എന്താ പറയുക അക്യൂട്ട് ആംഗിൾ ചിലപ്പോൾ ലെസ് ദാൻ 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്തായാലും ഫോം വലിയ ഡീപ്പായിട്ട് പഠിക്കേണ്ട. ജസ്റ്റ് നോക്കി സൈൻ ഓഫ് 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോൾ നേരെ തിരിച്ചെന്താ കോസ് ഓഫ് 90 മൈനസ് തീറ്റ എന്താ സൈൻ തീറ്റ. ഇത് ഓക്കെയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ എന്താ വരുന്നത് കൊസീക്ക് 90 മൈനസ് തീറ്റ എന്താ സീക്ക് തീറ്റ. കൊസീക്ക് 90 മൈനസ് സീക്ക് തീറ്റ. അങ്ങനെയെങ്കിൽ സീക്ക് 90 മൈനസ് തീറ്റ എന്താടാ കൊസീക്ക് തീറ്റ. ഓക്കെ, അങ്ങനെ ഇനി വേറെ ഏതാ ഉള്ളത് ടാൻ അല്ലേ? ടാൻ ഓഫ് 90 മൈനസ് തീറ്റ എന്താ കോട്ട് തീറ്റ അല്ലേ? അങ്ങനെ വേറെ എന്താ കോട്ട് ഓഫ് 90 മൈനസ് തീറ്റ എന്താ വരുന്നത് കോട്ട് ഓഫ് ടാൻ തീറ്റ. ഓക്കെ, ഇത്ര സാധനങ്ങളാണ് ജസ്റ്റ് നമുക്ക് ഫോർമുലസ് ഉള്ളത്. നമുക്ക് ഇത്ര സാധനങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് എന്താ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. സ്ഥിരം പരീക്ഷ ചോദിക്കുന്ന കുറേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ഫോർമുല സൈൻ ഓഫ് a മൈനസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഈ ഫോർമുലയൊക്കെ +1 +2 പഠിക്കുള്ളൂ. അല്ലെങ്കിൽ 10th ഫോർമുല പഠിക്കേണ്ട. ക്വസ്റ്റിന് ഒരു ഫോർമുല തന്നിട്ടുണ്ട്. സൈൻ 15ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. സൈൻ 15 ഓക്കെ, സൈൻ 15 ഡിഗ്രി നമുക്ക് വാല്യൂ അറിയില്ല. കാരണം എന്താ ടേബിളിൽ നമുക്ക് 0, 30, 45, 60, 90 ആണ് ടേബിളിൽ കിടക്കുന്നത്. ശരിയല്ലേ? 15 നമുക്ക് എങ്ങനെ എഴുതാം? 15 നമുക്ക് ഇങ്ങനെ എഴുതി കൂടാ 45 മൈനസ് 30 എന്ന് വിളിച്ചൂടെ 15. അപ്പോൾ അങ്ങനെ സൈൻ 15 എനിക്ക് എങ്ങനെ എഴുതാം? സൈൻ 15 എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഓഫ് 45 മൈനസ് 30 അല്ലേ? ഈ 45 എ ആണെങ്കിൽ ഇത് ബി ആണെങ്കിൽ ഏത് ഫോമാറ്റിലാണ് കിടക്കുന്നത്? സൈൻ ഓഫ് a മൈനസ് ബിയുടെ ഫോമാറ്റിലല്ലേ കിടക്കുന്നത്? നിങ്ങൾ സ്റ്റെപ്സ് ഒക്കെ ഫോമിലൊക്കെ ക്വസ്റ്റ്യൻ ഇങ്ങനെ താഴോട്ട് പറക്കരുത്. നമ്മൾക്ക് ബ്രഷ് അപ്പ് ചെയ്യാണ്. അതുകൊണ്ട് എന്താ നമ്മൾ ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പോവുകയാണ്. റിവിഷൻ പോലെയാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എല്ലാം താഴോട്ട് പറക്കി എഴുതണം. അതുപോലെ എ ബി എന്നാൽ കൊടുക്കണം. റഫായിട്ട് ചെയ്യണം. എന്താ ചെയ്യണം കേട്ടോ? അപ്പോൾ നമുക്ക് എ എന്ന് വെച്ചാൽ 45 കിട്ടി, ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 കിട്ടി അല്ലേ? അങ്ങനെ നമുക്ക് അവർ പറഞ്ഞെന്താ സൈൻ ഓഫ് a മൈനസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ സൈൻ 50. അപ്പോൾ എന്താ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 50. ഇതല്ലേ പറഞ്ഞിരിക്കുന്നത്? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. സൈൻ എത്ര? സൈൻ 45. കോസ് ബി എത്ര? കോസ് 30 മൈനസ് കോസ് 45 സൈൻ 30. കാരണം എ ബിയുടെ വാല്യൂ അറിയാം അല്ലേ? സൈൻ 45 എത്രടാ 1/√2 അല്ലേ? എൻ്റെ കോസ് 30 എത്രടാ? കോസ് 30 എത്ര വരും? കോസ് 30 അല്ലേ 1/2 അല്ലേ? കോസ് 30 എന്ന് വെച്ചാൽ 1/2 അല്ലേ? 1/√2 ഇൻറ്റു അല്ല √3 വരും. √3/2 അല്ലേ? മൈനസ് കോസ് 45 എന്താടാ 1/√2 അല്ലേ? ഇൻറ്റു സൈൻ 30 1/2 അല്ലേ? അപ്പോൾ എന്താ √3/2√2 മൈനസ് 1/2√2 എന്ന് വരും അല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എന്താ 2√2 ഇൻറ്റു √3 മൈനസ് 1 വരും അല്ലേ? നമുക്ക് വേണമെങ്കിൽ √2 താഴത്തെ കളയണമെങ്കിൽ എന്താ മുകളിൽ താഴെ √2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ √3 മൈനസ് 1 ഇൻറ്റു √2/2√2 ഇൻറ്റു √2. അപ്പോൾ എന്താ √2 അതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 ഇൻറ്റു √3 എന്താ √6 വരും. മൈനസ് 1 √2 എന്ന് പറയുന്നത് മൈനസ് √2 വരും. ബൈ 2 ഇൻറ്റു √2 2 വരും. അപ്പോൾ എന്താ √6 മൈനസ് √2/4 ഇതാണ് ആൻസർ കേട്ടോ. അത്രയുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ അത്യാവശ്യം നല്ല കിടലൻ സാധനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്തു പോവുക. അതോ നിങ്ങൾക്ക് സ്പീഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 0.5x ഇട്ട് കാണുകയോ അല്ലെങ്കിൽ സ്ലോ ചെയ്യുകയോ എഴുതുക കേട്ടോ. ജസ്റ്റ് ബ്രഷപ്പ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ടാൻ 60 if 2 tan θ is equal to tan 2 θ is equal to 2 tan θ by 1 minus tan square θ. നമ്മൾ എപ്പോഴും പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം tan 60 കണ്ടുപിടിക്കാൻ അല്ലേ? അപ്പോൾ tan 60 കണ്ടുപിടിക്കാൻ അപ്പം tan 60 നമുക്ക് ഓൾറെഡി നമുക്ക് വാല്യൂസ് നമുക്ക് അറിയാം അല്ലേ? tan 60 വാല്യൂ നമുക്ക് കാണാൻ അറിയാം. പക്ഷേ എന്താ ഇവർ എന്താ പ്രൂഫ് ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ പ്രൂഫ് ഉപയോഗിച്ച് ഓക്കെ അല്ലേ? പ്രൂഫ് ഉപയോഗിച്ച് നമുക്കപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ tan 60 അല്ലേ? ഇത് നമുക്ക് പ്രൂഫ് വെച്ച് കണ്ടുപിടിക്കാൻ പറയാം. പ്രൂഫ് വെച്ച് അപ്പോൾ നമ്മൾ നൈസായിട്ട് എന്താ tan 60 നമുക്ക് എന്താ ഈ LHSൻ്റെ ഫോമാറ്റ് LHS എന്താ tan 2 θ എന്നല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ LHS tan 2 അപ്പോൾ tan 2 θ അല്ലേ? അപ്പോൾ 2 θ എന്ന് വെച്ചാൽ 60 ഡിഗ്രി. അപ്പോൾ θ എന്താ 30 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ LHS എന്താ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ tan ഓഫ് 2 ഇൻറ്റു 30 ഡിഗ്രി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് എന്താ tan 2 θ ഈക്വൽ ടു എന്താ പറയുക ഇക്വേഷൻ ഇതാണ് 2 tan θ ബൈ 1 മൈനസ് tan സ്ക്വയർ θ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ tan 60 ആവുമ്പോൾ 2 ഇൻറ്റു tan 30 എന്ന് എഴുതി. അപ്പോൾ θയുടെ വാല്യൂ 30 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇത് നോക്കിയേ 2 ഇൻറ്റു റൈറ്റ് സൈഡിൽ tan θ എത്ര tan 30 ബൈ 1 മൈനസ് tan സ്ക്വയർ 30 tan സ്ക്വയർ 30 എന്ന് കിട്ടി. അതായത് അങ്ങനെ മനസ്സിലായി LHS
2 tan θ tan 60. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ tan 60 ഈസ് ഇക്വൽ ടു tan 2 θ 2 θ ഈസ് ഇക്വൽ ടു 2 θ ഈസ് ഇക്വൽ ടു 60 θ ഈസ് ഇക്വൽ 30. അങ്ങനെ തീറ്റയ്ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് തീറ്റയുടെ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2 × 30 ഈസ് ഇക്വൽ ടു 2 tan 30/1 - tan square 30 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്താ 2 × tan 30 എത്ര? tan 30 എന്ന് വെച്ചാൽ 1/√3 നമുക്കറിയാം ബൈ എന്താ 1 - tan square 30 എത്രടാ? 1/√3 ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം അല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ എന്ത് വരും? 2 × 1/√3 ആകുമ്പോൾ 2/√3 2/√3 എന്ന് വരും. താഴെ എന്ത് വരും? ഓക്കെ 1/√3 ഹോൾ സ്ക്വയർ 1/3 വരും അല്ലേ? അപ്പോൾ എന്താ റഫായിട്ട് സൈഡ് ചെയ്യുമ്പോൾ എന്താ 1 - 1/3 അല്ലേ? അപ്പോൾ 1 - 3 - 1/3 അപ്പോൾ എന്താ 2/3 എന്ന് വരും. അപ്പോൾ എന്താ താഴെ 2/3 എന്ന് വരും അല്ലേ? നോക്കുക അപ്പോൾ 2/√3/2/3 എന്ന് വരും. 2/3 എന്ന് വരും. 2/√3/2/3 എന്ന് വരും. അപ്പോൾ എനിക്ക് എന്താ ഈ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 2/√3 ഇൻറ്റു എന്താ പറയുക 2/√3 3/2 എന്ന് വരും. അപ്പോൾ 2 ഇൻറ്റു മറ്റേ ബാക്കി എന്ത് വരും? 3/√3 എന്ന് കിട്ടും. അപ്പോൾ 3 എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 3 എനിക്ക് അങ്ങനെ √3 ഇൻറ്റു √3 എന്ന് എഴുതാം. താഴെ √3 ഓൾറെഡി ഉള്ള √3. അപ്പോൾ √3 പറ്റി ബാക്കി എന്താ ആൻസർ? √3 ഇതാണ് വാല്യൂ. ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. ഹെൻസ് പ്രൂവ്ഡ് ഇതാണ് വാല്യൂ. ഓക്കെ നോക്കടാ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് sin a by 1 plus cos a minus cos a by 1 plus sin a is equal to sin a minus cos a. ഇതെന്ന് വെച്ചാൽ 2020 ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി എപ്പോഴും നമുക്ക് LHS RHS കിട്ടിക്കഴിഞ്ഞാൽ LHS RHS ഒന്നെങ്കിൽ എന്താ ഈക്വൽ സൈൻ്റെ ഇവിടെ LHS അല്ലേ, ഇവിടെ എന്താ RHS ആണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ എന്താ LHS RHS പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് RHS LHS പ്രൂവ് ചെയ്യാം. ശരിയല്ലേ? നമ്മൾ എപ്പോഴും ചെയ്യും ബിഗ് ടു സ്മോൾ ചെയ്യുന്ന ഏറ്റവും എളുപ്പം. ബിഗ് ടു സ്മോൾ ചെയ്യുന്ന ഏറ്റവും എളുപ്പം. ബിഗ് LHS ബിഗ്. അപ്പോൾ LHS അങ്ങ് എടുക്കുന്നു. LHS അങ്ങ് എടുത്തു. LHS എന്താണ് മക്കളെ? sin a by 1 plus 1 പ്ലസ് കോസ് അല്ല കേട്ടോ, ഇത് കോട്ടാണ്. കോട്ട് കേട്ടോ. 1 പ്ലസ് കോട്ടെ അടുത്ത മൈനസ് എന്താ കോസ് എ ബൈ 1 പ്ലസ് ടാൻ എ അല്ലേ? 1 പ്ലസ് ടാൻ എ ശരിയല്ലേ? അപ്പോൾ എന്താ സൈനെ നമുക്ക് എന്താ വേണ്ടത്? ഉത്തരം വേണ്ടത് സൈനെ മൈനസ് കോസ് എ. അപ്പോൾ കോട്ടും ടാനൊക്കെ അധികം പറ്റല്ലേ? അപ്പോൾ എന്താ ഈ അധികം പറ്റിനെ നമ്മൾ അധികം പറ്റിനെ അങ്ങ് മാറ്റുന്നു. അപ്പോൾ എന്താ 1 പ്ലസ് കോട്ടനെ എനിക്ക് എന്താ കോസ് എ ബൈ സൈനെ എന്ന് എഴുതാം അല്ലേ? മൈനസ് കോസ് എ ബൈ 1 പ്ലസ് ടാൻ എനിക്ക് എഴുതാം ടാനേക്ക് സൈനെ ബൈ കോസ് എന്ന് എഴുതാം. ശരിയല്ലേ? ഓക്കെ അപ്പോൾ ഞാൻ LCM എടുക്കുമ്പോൾ എന്താ സൈനെ ബൈ ഇത് താഴെ LCM എടുക്കുമ്പോൾ എന്താ സൈനെ പ്ലസ് കോസ് എ ബൈ സൈനെ എന്നാവും. ഇവിടെ എന്താ കോസ് എ ബൈ എന്താ കോസ് എ പ്ലസ് സൈനെ ബൈ കോസ് എ എന്നാവും. ഓക്കെ അല്ലേ? അപ്പം റെസിപ്രോക്കൽ മുകളിലോട്ട് പോകുമ്പോൾ എനിക്ക് ബാക്കി എന്ത് വരും? സൈനേൻ്റെ സൈൻ സ്ക്വയർ എന്നാവും. സൈൻ സ്ക്വയർ എ ബൈ സൈനെ പ്ലസ് കോസ് എ ആവും. മൈനസ് എന്താ കോസ് സ്ക്വയർ എ ബൈ എന്താ കോസ് എ പ്ലസ് സൈനെ എനിക്ക് സൈനെ പ്ലസ് കോസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? നോക്കടാ രണ്ട് ഡിനോമിനേറ്റർ സെയിം വന്നു. മുകളിൽ നിന്നാണ് ഡിനോമിനേറ്റർ സെയിം വന്നപ്പോൾ എന്ത് വന്നു? ഇല്ല ഡിനോമിനേറ്റർ സെയിം വന്ന് എനിക്ക് എന്തെങ്കിലും കളിച്ചൂടെ അല്ലേ? സെയിം ആയിട്ട് എഴുതല്ലേ? സൈനെ പ്ലസ് കോസ് എ മുകളിൽ എന്താ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിൽ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പോൾ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ ഫോമിൽ എന്താ സൈൻ എ പ്ലസ് കോസ് എ ഇൻറ്റു എന്താ സൈൻ എ മൈനസ് കോസ് എന്ന് വിളിക്കാം. താഴെ എന്താ സൈൻ എ പ്ലസ് കോസ് എന്ന് വിളിക്കാം അല്ലേ? സൈൻ എ പ്ലസ് കോസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താ മുകളിലത്തെ താഴത്തെ വെട്ടിപ്പോയി ബാക്കി എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ എ മൈനസ് കോസ് എ വിച്ച് ഈസ് ഈക്വൽ ടു എന്താ RHS അല്ലേ? RHS അല്ലേ? എന്താ ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. ഇത്രേ ഉള്ളൂ പരിപാടി. എളുപ്പമാണ്, വളരെ എളുപ്പമാണ് കേട്ടോ. പ്രൂവ് ചെയ്താൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ബാക്കിലേക്ക് അടിച്ചോ പ്ലേ ചെയ്തോ നെക്സ്റ്റ് നോക്കിയാൽ കേട്ടോ. ഭയങ്കര എളുപ്പമാണോ? ഇത് കണക്ക് വേറെ ചോദ്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന വേറെ ചോദ്യം CK - 1 / CK + 1 ഈസ് ഈക്വൽ ടു 1 - cos A / 1 + cos A. അപ്പോൾ CK എനിക്ക് എന്ത് എഴുതാം? CK എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1/LHS എടുക്കുന്നു. LHS എടുക്കുന്ന സാധനം താഴോട്ട് പറക്കി എഴുതണം കേട്ടോ. അപ്പം CK എനിക്ക് എന്താ 1/cos A - 1/cos A + 1 അല്ലേ? സ്വാഭാവികമായിട്ട് എന്താ LCM എടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും? 1 - cos A / cos A ആവും. താഴെ എന്താ ബൈ 1 + cos A / cos A ആവും അല്ലേ? അപ്പോൾ കോസയും വെട്ടിപ്പോയി. ബാക്കി എന്ത് വരും അല്ലേ? ഇത് വെട്ട് നിങ്ങൾ സ്റ്റെപ്പ് എഴുതി കാണിക്കാൻ ഷോർട്ടാക്കി പോകും. അപ്പോൾ 1 - cos A / 1 + cos A അതെന്താ RHS വിച്ച് ഈസ് ഈക്വൽ ടു RHS ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. എളുപ്പമാണ് കേട്ടോ, തെറ്റിക്കരുത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യണം കേട്ടോ. സിമ്പിൾ സാധനമാണേ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോ. പ്രൂവ് ദാറ്റ് sin സ്ക്വയർ A cos സ്ക്വയർ B പ്ലസ് cos സ്ക്വയർ A sin സ്ക്വയർ B പ്ലസ് cos സ്ക്വയർ A cos സ്ക്വയർ B പ്ലസ് sin സ്ക്വയർ B ഈസ് ഈക്വൽ ടു RHS 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 1 വന്നു കഴിഞ്ഞാൽ എന്താ നമുക്കറിയില്ല ട്രിഗ്നോമെട്രി ഐഡന്റിറ്റി അല്ലേ? sin സ്ക്വയർ A പ്ലസ് cos സ്ക്വയർ θ ഈസ് ഈക്വൽ ടു 1 ആ സംഭവം ഒന്ന് ഹിന്റ് നമുക്ക് കിട്ടി. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ sin സ്ക്വയർ Aയുടെ കൂടെ പ്ലസ് അല്ല കോസ് മൾട്ടിപ്ലൈ കിടക്കും. ഇവിടെയും എല്ലാം മൾട്ടിപ്ലൈ കിടക്കും. അല്ലെങ്കിൽ കോസിൻ്റെ കൂടെ സൈൻ എല്ലാം മൾട്ടിപ്ലൈ കിടക്കും. അപ്പോൾ എന്താ സൈനും കോസും പ്ലസ് വരുന്നില്ല, ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ വരുന്നു. അപ്പോൾ നമുക്ക് എന്താ ഈ മൾട്ടിപ്ലിക്കേഷൻ സൈൻ സ്ക്വയറുടെ ഇടയിൽ പ്ലസ് ആണെങ്കിൽ നമുക്ക് പറയാം ഊഹിക്കാൻ ശരിയാണ്. പക്ഷേ പ്ലസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ കിടക്കുമല്ലേ? അപ്പോൾ എന്താ നമുക്ക് നോക്കാം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് കിടക്കുന്ന സാധനങ്ങൾ എടുത്ത് കളയാൻ പറ്റുമ്പോൾ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അങ്ങനെ എന്താ
ഈ രണ്ട് സംഭവം ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും മൾട്ടിപ്ലൈ ശരി എല്ലാം മൾട്ടിപ്ലൈ ശരിയല്ല. അപ്പോൾ മൾട്ടിപ്ലൈ സംഭവങ്ങളിൽ നിന്നും കോമൺ ഏതെങ്കിലും വരുന്നു, കോമൺ എടുത്ത് കളഞ്ഞ ബാക്കി എന്തായാലും പ്ലസ് ആകുമ്പോൾ നമുക്ക് മറ്റേ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള സാധനത്തിൽ ഈക്വേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അങ്ങനെ നോക്കാം. ആദ്യത്തെ എഴുതുവാണേ സൈൻ സ്ക്വയർ എ, അടുത്തെന്താ കോസ് സ്ക്വയർ ബി എന്ന് എഴുതി, ഇവനെ അങ്ങ് എഴുതി. ഇനി ഇതേ കണക്ക് സൈനും കോസും സൈൻ സ്ക്വയറേയും കോസ് സ്ക്വയർ ബിയിൽ ഏതെങ്കിലും വരുന്ന ഏതെങ്കിലും നോക്കാം. ഇവിടെ നോക്കി സൈൻ സ്ക്വയർ എ ഉണ്ടോ? ഇല്ല. കോസ് സ്ക്വയർ ബി ഉണ്ടോ? ഇല്ല. ഇതില്ല. ഇവിടെ നോക്കി സൈൻ സ്ക്വയർ എ ഉണ്ടോ? ഇല്ല. കോസ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇവനെ അങ്ങ് എഴുതി. എന്താ കോസ് സ്ക്വയർ എ കോസ് സ്ക്വയർ ബി എന്ന് എഴുതി. അപ്പോൾ ഇവനെ ഞാൻ എടുത്തു. ഈ ബാക്കിയുള്ള ആണെങ്കിൽ പറക്കുകയാണ്. ബാക്കിയുള്ള എന്താ? ബാക്കി ഇവനുള്ള അല്ലേ കോസ് സ്ക്വയർ ഇല്ലേ കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി പ്ലസ് എന്താ സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി അല്ലേ പറക്കി എഴുതി. ശരിയല്ലേ? നോക്കണം മക്കളെ, ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ കോമൺ ഏതാടാ? കോസ് സ്ക്വയർ ബി കോമൺ അല്ലേ? കോസ് സ്ക്വയർ ബി കോമൺ അല്ലേ? അപ്പോൾ എന്താ കോസ് സ്ക്വയർ ബി ഇൻറ്റു എന്താ ബ്രാക്കറ്റ് എന്താ കോമൺ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ. ശരിയല്ലേ? പ്ലസ് ഇവിടെ കോമൺ ഏതാടാ? കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ കോമൺ ഏതാ? സൈൻ സ്ക്വയർ ബി കോമൺ അല്ലേ? ബാക്കി എന്താ കോസ് സ്ക്വയർ എ പ്ലസ് സൈൻ സ്ക്വയർ എ. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമുക്കറിയാം ഫോമുല നമുക്കറിയാം എന്താ കോസ് സ്ക്വയർ ബി ഇൻറ്റു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എത്ര 1 ആണ് അല്ലേ? അതുപോലെ സൈൻ സ്ക്വയർ ബി ഇൻറ്റു കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എത്ര 1 ആണ് അല്ലേ? ഓക്കെ. എന്താ ബാക്കി എന്ത് വരും? കോസ് സ്ക്വയർ ബി പ്ലസ് സൈൻ സ്ക്വയർ ബി അല്ലേ? സൈൻ സ്ക്വയർ ബി പ്ലസ് കോസ് സ്ക്വയർ ബി അല്ലെ കോസ് സ്ക്വയർ ബി പ്ലസ് സൈൻ സ്ക്വയർ ബി ആൻസർ 1. അപ്പോൾ എന്താ വിച്ച് ഇസ് ഈക്വൽ ടു RHS ഹെൻസ് പ്രൂവ്ഡ്. കേട്ടോ, ഇത്രയുള്ള പരിപാടി. RHS ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ അല്ലേ? യെസ്. മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. പ്രൂവ് ദാറ്റ് 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ വലുത് LHS ഞാൻ ഓൾറെഡി പറഞ്ഞു. LHS അല്ല LHS എഴുതി എന്താ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ അല്ലേ LHS. അപ്പം എനിക്ക് നോക്കണം LHS എപ്പോഴും സൈൻ മാത്രമേ ഉള്ളൂ. RHS എന്താ സീക്കും ടാനും ഉണ്ട്. ഈ സീക്കും ടാനും നമ്മൾ സീക്ക് ടാനിലേക്ക് എത്തിക്കണം, സൈൻ മാത്രമേ കയ്യിലുള്ളൂ. അപ്പോൾ സീക്കൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. സീക്ക് എന്ന് വെച്ചാൽ എന്താണ് പൊതുവേ? സീക്ക് എന്ന് വെച്ചാൽ 1 ബൈ കോസ് നമുക്കറിയാം അല്ലേ? ടാൻ എന്താണ്? സൈൻ ബൈ കോസ് എന്നറിയാം അല്ലേ? അപ്പോൾ സൈനിൽ തന്നെ സൈനിൽ കോസിൽ എന്തൊക്കെ ബന്ധങ്ങളുണ്ടോ നമുക്ക് നോക്കാം. അങ്ങനെ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നമ്മൾ നമുക്ക് റാഷണലൈസ് ചെയ്യാം. റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. നമ്മൾ റാഷണലൈസ് ചെയ്യാൻ പഠിച്ചില്ല. റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ എഴുതാം റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 പ്ലസ് സൈൻ തീറ്റ അല്ലേ ഇൻറ്റു എന്താ 1 മൈനസ് സൈൻ തീറ്റ ബൈ 1 മൈനസ് സൈൻ തീറ്റ അല്ലേ? റാഷണലൈസ് ചെയ്തു അല്ലേ? അപ്പോൾ മുകളിൽ എനിക്ക് എന്ത് വരും? ഇവിടെ മുകളിൽ എന്ത് വരും? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. താഴെ എന്താടാ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ? അപ്പോൾ 1 മൈനസ് അല്ലേ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും അല്ലേ? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ശരിയല്ലേ? ഇനി നോക്കിയേ 1 മൈനസ് സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ നോക്കിയടാ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ 1 നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ എന്താടാ? റഫാണിത്. കോസ് സ്ക്വയർ തീറ്റ എന്താ? 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ നമുക്കറിയാം. ശരിയല്ലേ? അപ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എനിക്ക് നിങ്ങൾ വിളിക്കാം കോസ് സ്ക്വയർ തീറ്റ എന്ന് വിളിക്കാം. ശരി, നമുക്ക് നാളെ എക്സാം ആയിട്ടാണ് ഇങ്ങനെ സ്പീഡ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അല്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് ഉൾപ്പെടെ എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ. നമ്മുടെ ഡീപ്പായിട്ട് ക്ലാസ്സുകളെല്ലാം ഡീപ്പായിട്ട് എടുത്തു കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ നിലവിൽ ICC ലോങ് ടൈം പഠിച്ച കുട്ടികൾക്കെല്ലാം ഡീപ്പായിട്ട് ക്ലാസ് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കോൺസെപ്റ്റ് ഒക്കെ ഡീപ്പായിട്ട് അറിയണ ഓൾറെഡി പല പോയി പഠിച്ച സ്ഥലങ്ങളിലൊക്കെ കോൺസെപ്റ്റ് പറഞ്ഞാൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ജസ്റ്റ് എക്സാം ബേസിൽ നോക്കുക. പിന്നെന്താ പറയുക, +1 നമുക്കിവിടെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞ് +1 ഇവിടെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോൺസെപ്റ്റ് ക്ലാസ്സിൽ എടുത്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എനിക്ക് എങ്ങനെ വിളിക്കാം? ഓക്കെ, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ എനിക്ക് എങ്ങനെ വിളിക്കാം? റൂട്ട് സ്ക്വയറും പോകുമ്പോൾ ബാക്കി എനിക്ക് എന്ത് വരും? 1 മൈനസ് സൈൻ തീറ്റ അല്ലേ? താഴെ കോസ് സ്ക്വയർ തീറ്റ ആണ് റൂട്ട് എടുക്കുമ്പോൾ എനിക്ക് എന്ത് വരും? കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ നമുക്കൊന്ന് ഡിവൈഡ് നോക്കാം. 1 മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എനിക്ക് എങ്ങനെ എഴുതി കൂടെ? 1 ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് വിളിക്കാം അല്ലേ? അപ്പോൾ 1 ബൈ കോസ് തീറ്റ എനിക്ക് എന്ത് വിളിക്കാം? സീക് തീറ്റ എന്ന് വിളിക്കാം. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എനിക്ക് എന്ത് വിളിക്കാം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എനിക്ക് എന്ത് വിളിക്കാം? ടാൻ തീറ്റ എന്ന് വിളിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു RHS അല്ലേ? ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. തെറ്റിക്കരുത് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒരു വേറെ പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മുടെ എന്താ പറയുക 2012 ചോദിച്ചിട്ടുണ്ട്. 2012 ഇതിൻ്റെ വേറൊരു പാറ്റേൺ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ. 2011 ചോദിച്ച ക്വസ്റ്റ്യൻ. ടാൻ സ്ക്വയർ തീറ്റ ബൈ സി സ്ക്വയർ തീറ്റ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ. ആ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് LHS എടുക്കാം. LHS എന്ന് പറയുമ്പോൾ എന്താ? ടാൻ സ്ക്വയർ തീറ്റ ബൈ അല്ലേ സീക് തീറ്റ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ LHS അല്ലേ? ഈ ടാൻ സ്ക്വയർ തീറ്റ നമുക്ക് എന്താ? നമുക്ക് അതിൽ ഐഡന്റിറ്റി അറിയില്ലേ? സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. അങ്ങനെ എന്താ ഈ 1 ഇങ്ങോട്ട് സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ എനിക്ക് എങ്ങനെ വിളിക്കാം? സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്ന് വിളിച്ചൂടെ? അങ്ങനെ എനിക്ക് എന്താ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം അല്ലേ? ടാൻ സ്ക്വയർ തീറ്റയ്ക്ക് വരാം എനിക്ക് എങ്ങനെ എഴുതാം? എന്താ സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ബൈ
സീക്ക് തീറ്റ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. രണ്ട് സെയിം അല്ല, ഡിഫറൻസ്. ഒന്ന് വെച്ചാൽ സീക്കിൻ്റെ സ്കോർ എടുത്തു, എന്നിട്ട് കിട്ടിയ ഉത്തരത്തിൽ നിന്ന് -1 എടുത്തു. രണ്ടാമത്തെ വെച്ചാൽ ന്യൂമറേറ്റർ എന്താ പറയുന്നത്, സീക്ക് സ്ക്വയർ. സീക്ക് എന്ന് പറഞ്ഞ തീറ്റ വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്കോർ എടുത്തു, ഒരു ഉത്തരം കിട്ടും, അതിൽ നിന്നുമാണ് 1 കുറച്ചത്. അതാണ് ന്യൂമറേറ്റർ. ഡിനോമിനേറ്റർ എന്താ, സീക്ക് തീറ്റയുടെ വാല്യൂ നിന്ന് 1 കുറച്ച് കിട്ടിയ ഉത്തരത്തിൽ മൊത്തത്തിൽ സ്കോർ എടുത്തു. ആദ്യം എന്താ സീക്ക് എന്ന് പറഞ്ഞ ന്യൂമറേറ്റർ പറഞ്ഞാൽ സീക്ക് എന്ന് പറഞ്ഞ തീറ്റ അതിൻ്റെ സ്കോർ എടുത്തു, ഒരു ഉത്തരം കിട്ടി. ലെറ്റ്സ് സേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സീക്ക് തീറ്റ 5 ആണെന്ന് വിചാരിച്ചു. അതിൻ്റെ സ്കോർ എടുത്തപ്പോൾ എന്താ 25 വന്നു, അതിൽ 1 കുറയോ 24. അതാണ് ന്യൂമറേറ്റർ പറയുന്നത് എക്സാമ്പിൾ. ഡിനോമിനേറ്റർ എന്താ, സീക്ക് തീറ്റ 5 ആണെങ്കിൽ 5 - 1, അതിൽ നിന്ന് 1 കുറയ്ക്കുന്നു, അപ്പോൾ എന്താ 4 കിട്ടി, കിട്ടുന്ന ഉത്തരത്തിൻ്റെ സ്കോർ അപ്പോൾ 16. ഇതാണ് കോൺസെപ്റ്റ്. നമുക്ക് നോക്കിയാൽ മോളിൽ എന്താ എ സ്ക്വയർ 1 എന്താ 1 സ്ക്വയർ എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അല്ലേ മോളിൽ ഫോമിൽ. അപ്പോൾ എന്താ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് അല്ലേ. അപ്പോൾ എന്താ സീക്ക് തീറ്റ പ്ലസ് 1 അല്ലേ ഇൻറ്റു സീക്ക് തീറ്റ മൈനസ് 1 എന്ന് വിളിക്കുക അല്ലേ, ശരിയല്ലേ. താഴെ എന്താ സീക്ക് തീറ്റ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ, ശരിയല്ലേ. അപ്പോൾ നോക്കുക സീക്ക് തീറ്റ മൈനസ് 1ഉം താഴത്തെ സീക്ക് തീറ്റ മൈനസ് 1 സ്ക്വയറും വെട്ടി, ബാക്കി എന്താ വരും മുകളിൽ സീക്ക് തീറ്റ പ്ലസ് 1 ബൈ അല്ലേ സീക്ക് തീറ്റ മൈനസ് 1 എന്ന് താഴെ കിട്ടി, ശരിയല്ലേ. ഇനി നോക്കണം ഈ സീക്ക് തീറ്റ എന്താടാ, സീക്ക് തീറ്റ എന്താ, സീക്ക് തീറ്റ എനിക്ക് എന്താ കോസ് എന്ന് വിളിച്ചു. അപ്പോൾ എന്താ 1 ബൈ കോസ് തീറ്റ പ്ലസ് 1 അല്ലേ ബൈ 1 ബൈ കോസ് തീറ്റ മൈനസ് 1 എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ നമുക്ക് എൽ സി എം എടുക്കാൻ എനിക്ക് എന്ത് വരും, മുകളിൽ എന്താ 1 പ്ലസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ. അപ്പോൾ ഇതിൻ്റെ എൽ സി എം എടുക്കാൻ എനിക്ക് എന്ത് വരും, ഡിവൈഡ് ബൈ 1 മൈനസ് അല്ലേ 1 മൈനസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ. കോസ് തീറ്റ കോസിനെ വെട്ടി ബാക്കി എനിക്ക് എന്ത് വരും 1 ബൈ 1 പ്ലസ് കോസ് തീറ്റ ബൈ 1 മൈനസ് കോസ് തീറ്റ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു RHS ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. ഇത്ര ഉള്ള പരിപാടി. എളുപ്പമല്ലേ, എളുപ്പമാണ്, തെറ്റിക്കരുത് കേട്ടോ. ഈ പാറ്റേൺ ഓറഞ്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ, നോക്കി വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ, എക്സ് ഇസിക്കൽ ടു എ സൈൻ എ കോസ് സി, വൈ ഇസിക്കൽ ടു എ സൈൻ എ സൈൻ സി, സെഡ് ഇസിക്കൽ ടു എ കോസ് സി ആണെങ്കിൽ പ്രൂവ് ദാറ്റ് എ സ്ക്വയർ ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇവിടെ ഇത് ഈക്വൽസ് ആണ് അല്ലേ. ഇവിടെ എന്താ LHS RHS, അപ്പോൾ വലുതാ അല്ലേ. അപ്പോൾ എന്താ നമുക്ക് വലുതങ്ങ് എഴുതാം അല്ലേ. അപ്പോൾ RHS വലുത്, RHS ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ. എക്സ് എന്താടാ എ സൈൻ എ കോസ് സി അല്ലേ. അപ്പോൾ എന്താ സ്ക്വയർ എടുക്കുമ്പോൾ എ സൈൻ എ കോസ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ എന്താടാ എ സൈൻ എ സൈൻ സി അല്ലേ, സൈൻ സി അല്ലേ. അപ്പോൾ എന്താ ഹോൾ സ്ക്വയർ ആകുമ്പോൾ സെഡ് എന്താ എ കോസ് എ ദ ഹോൾ സ്ക്വയർ, ശരിയല്ലേ. നമുക്ക് അകത്ത് സ്ക്വയർ മൾട്ടിപ്ലൈ എന്താ എ സ്ക്വയർ അല്ലേ സൈൻ സ്ക്വയർ എ അല്ലേ കോസ് സ്ക്വയർ സി പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ അല്ലേ കോസ് അല്ല സൈൻ സ്ക്വയർ സി അല്ലേ പ്ലസ് എ സ്ക്വയർ കോസ് സ്ക്വയർ എ, ശരിയല്ലേ. ഈ 3 ടേംസിൽ നിന്നും കോമൺ എന്താണ് ഉള്ളത്, കോമൺ എന്ന് വെച്ചാൽ എ സ്ക്വയർ കോമൺ അല്ലേ 3 നിന്നും. ഇവിടെ എ സ്ക്വയർ ഇവിടെ എ സ്ക്വയർ എ. അപ്പോൾ എ സ്ക്വയർ ആക്കി എനിക്ക് എന്ത് വരും സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ സി അല്ലേ പ്ലസ് സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ സി പ്ലസ് കോസ് സ്ക്വയർ എന്ന് വരും അല്ലേ ബാക്കി, ശരിയല്ലേ. അപ്പോൾ നോക്കാം എ സ്ക്വയർ കോമൺ എടുക്കാം, ബാക്കി എനിക്ക് ഇവിടുന്ന് എന്താ വരുന്ന ഇവിടുന്ന് കോമൺ എന്താ സൈൻ സ്ക്വയർ കോമൺ അല്ലേ. അപ്പോൾ സൈൻ സ്ക്വയർ കോമൺ എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എ ഇൻറ്റു എന്താ കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ സി എന്ന് വരും പ്ലസ് കോസ് സ്ക്വയർ എന്ന് വരും, ശരിയല്ലേ. കോമൺ എടുക്കുമ്പോൾ ഇവിടുന്ന് സൈൻ സ്ക്വയറേയും കോമൺ എടുത്തു, ബാക്കി എനിക്ക് ഇത്ര വേണം, ശരിയല്ലേ. എടാ നമുക്കറിയാം എ സ്ക്വയർ ഇത് സൈൻ സ്ക്വയർ എ ഇതെന്താ ഇത് 1 അല്ലേ, കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ 1 ആണെന്നറിയാം അല്ലേ പ്ലസ് കോസ് സ്ക്വയർ എ, ശരിയല്ലേ. അങ്ങനെ നമുക്ക് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എത്ര 1 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അതാണ് എന്താ LHS ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു കേട്ടോ, ഇത്രയുള്ള പരിപാടി ഓക്കെ അല്ലേ. എടാ അടുത്തൊരു ക്വസ്റ്റൻ വെച്ചാൽ സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസിക്കൽ 5/3. ഇത് പ്രൂവ് അല്ല, പ്രൂവ് എന്ന് പറഞ്ഞാൽ LHS RHS എടുക്കുന്നത്, അത് സോൾവ് എന്ന് പറയുമ്പോൾ എന്താ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സോൾവ് കേട്ടോ. നമുക്ക് സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ 5/3 തന്നു. നമുക്ക് എന്താ വല്ല ബന്ധം നോക്കാം. ഇവിടെ ടാൻ സ്ക്വയർ തീറ്റ ഇവിടെ സീക്ക് സ്ക്വയർ തീറ്റ, സീക്കും ടാൻ തമ്മിൽ വല്ല ബന്ധമുണ്ട് നമുക്കറിയാം അല്ലേ. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസിക്കൽ 1 ആണ്. അങ്ങനെ സീക്ക് സ്ക്വയർ തീറ്റ എന്താ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നറിയാം അല്ലേ. അപ്പോൾ എന്താ സീക്ക് സ്ക്വയർ തീറ്റയ്ക്ക് ഞാൻ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഞാൻ ജസ്റ്റ് ഹിൻറ്റും സ്റ്റെപ്സും എഴുതാം കേട്ടോ. നിങ്ങൾ ഹിൻറ്റും ആ റൂട്ട് മാപ്പ് എഴുതാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഉത്തരം ചെയ്യുന്ന ബ്രഷപ്പാണ് ചെയ്യുന്നത്. നിങ്ങൾ എക്സാമിനേഷൻ ആൾ ഫുൾ സ്റ്റെപ്പ് എഴുതാം കേട്ടോ, മാർക്ക് പോവേ കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുവാ കേട്ടോ. അപ്പോൾ സീക്ക് സ്ക്വയർ തീറ്റ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് വിളിക്കാം അല്ലേ. നമ്മൾ സൈഡ് റഫ് കാണിച്ചു പ്ലസ് എന്താ ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 5/3, ശരിയല്ലേ. ഓക്കെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എനിക്ക് എന്താ വിളിക്കാം 2 ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 5/3 അല്ലേ. ഒരു ടാൻ സ്ക്വയർ തീറ്റയും മറ്റേ ടാൻ സ്ക്വയർ കൂട്ടുമ്പോൾ 2 ടാൻ സ്ക്വയർ തീറ്റ, അപ്പോൾ 2 ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 5/3 അല്ലേ. അപ്പോൾ 2 ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു എന്താ 5/3 മൈനസ് ഈ 1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആയി, ശരിയല്ലേ. അപ്പം 2 ടാൻ സ്ക്വയർ തീറ്റ എന്താ 5/3 -1 എന്ന് പറയുമ്പോൾ എന്താ 5 - 3 എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താ 2 ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 2/3 എന്നായി അല്ലേ. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ എന്താ ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 2/3 ഈ 2 ഇങ്ങോട്ട് ഔട്ട് ഇറങ്ങുമ്പോൾ എന്താ ഇൻറ്റു 1/2 അല്ലേ. 2 ഇൻറ്റു വെട്ടി ബാക്കി എന്താ ടാൻ സ്ക്വയർ തീറ്റ ഈസിക്കൽ ടു 1/3 എന്ന് വരും അല്ലേ.
ടാൻ തീറ്റ എന്താ √1/3 അല്ലെങ്കിൽ എന്താ 1/√3 വരും. ഇപ്പോൾ ടാൻ 1/√3 എന്ന ആംഗിൾ ഏതാ? ടാൻ തീറ്റ ഇസിക്കൽ ടു ഏത് ആംഗിളാണ് ടാൻ 1/√3 എന്ന പറ? ടാൻ 1/√3 എന്ന ആംഗിൾ ഏതാ? ടാൻ തീറ്റ അല്ലേ? ടാൻ 30 അല്ലേ? ടാൻ 30 ഡിഗ്രി. അങ്ങനെ തീറ്റ എന്താ 30 ഡിഗ്രി. ഇത്രേ ഉള്ളൂ, എളുപ്പമാണേ കേട്ടോ. ഓക്കെ മക്കളെ നോക്കണം, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ടാൻ എ എന്ന് വെച്ചാൽ 1/2 ആണെങ്കിൽ ടാൻ ബി 1/3 ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഓഫ് എ പ്ലസ് ബി ഇഫ് ടാൻ എ പ്ലസ് ടാൻ ബി ഇസിക്കൽ ടു ടാൻ ഓഫ് എ പ്ലസ് ബി ഇസിക്കൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് 2 ഒരു ഫോമുലയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 10th ഫോമുല പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തരും. സൈൻ ഓഫ് എ പ്ലസ് ബി കാണണം. നമുക്കെന്താ സൈൻ ഓഫ് എ പ്ലസ് ബി കാണണമെങ്കിൽ എ പ്ലസ് ബിയുടെ വാല്യൂ എന്താണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ ഇല്ല. ടാൻ എ ഉണ്ട് ക്വസ്റ്റ്യൻ, ടാൻ ബി ഉണ്ട്, എൻ്റെ വാല്യൂ ഉണ്ട്. എന്നാൽ അവർ പറഞ്ഞ ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോമിൽ ഇതാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ അങ്ങനെ എന്താ നമുക്ക് ഈ ടാൻ എ ടാൻ ബിയുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ ഓഫ് എ പ്ലസ് ബി കിട്ടും അല്ലേ? ടാൻ ഓഫ് എ പ്ലസ് ബി കിട്ടി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എ പ്ലസ് ബിയുടെ വാല്യൂ കിട്ടും. എ പ്ലസ് ബി വാല്യൂ കിട്ടി കഴിഞ്ഞാൽ സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ ആൻസർ കിട്ടും. ശരിയല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും വലുത് ആർ എച്ച് എസ് അല്ലേ? അപ്പോൾ ആർ എച്ച് എസിൽ എന്താ ടാൻ ഓഫ് എ പ്ലസ് ബി. അപ്പോൾ എന്താ ടാൻ ഓഫ് എ പ്ലസ് ബി ഇസിക്കൽ ടു എന്താ ആർ എച്ച് എസിൽ എന്താ ടാൻ എ എത്ര നമുക്കറിയാം? 1/2 എന്നറിയാം. 1/2 പ്ലസ് ടാൻ ബി എത്ര? ടാൻ ബി നമുക്കറിയാം 1/3 എന്നറിയാം അല്ലേ? ടാൻ ബി വെച്ചാൽ 1/3 നമുക്കറിയാം ബൈ എന്താ പറയുക 1 മൈനസ് ടാൻ എത്ര? 1/2 ഇൻറ്റു 1/3 ശരിയല്ലേ? അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി എന്താടാ? മുകളിൽ എടുക്കുമ്പോൾ എന്താ എൽസിയം എടുക്കുമ്പോൾ എന്താ 6 3 + 2 അല്ലേ? 3 + 2 വരും. താഴെ എന്താ 1 മൈനസ് 1/6 വരും അല്ലേ? അപ്പോൾ മുകളിൽ എന്താ വരും? 5/6 വരും. താഴെ എന്താ 6 മൈനസ് 1/6 അല്ലേ? അതായത് ടാൻ ഓഫ് എ പ്ലസ് ബി ഇസിക്കൽ ടു 5/6 ബൈ 5/6 അല്ലേ? അപ്പോൾ 5/6 വെട്ടിപ്പോയി ബാക്കി എന്ത് വരും? 1 ആണ്. അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി ഇസിക്കൽ ടു 1 അല്ലേ? അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബി ഈ 1 വരുന്ന ഏത് ആംഗിളാണ്? ടാൻ 45 ഡിഗ്രി അല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ എന്താ എ പ്ലസ് ബിയുടെ വാല്യൂ എത്ര? എ പ്ലസ് ബി ഇസിക്കൽ ടു 45 ഡിഗ്രി. അപ്പോൾ എന്താ എ പ്ലസ് ബി നമുക്ക് 45 ഡിഗ്രി കിട്ടി. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ കണ്ടത്? therefore സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ വാല്യൂ അല്ലേ? സൈൻ ഓഫ് എ പ്ലസ് ബിയുടെ വാല്യൂ ആണ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. സൈൻ ഓഫ് എ പ്ലസ് ബി അല്ലേ? അപ്പോൾ അതായത് സൈൻ ഓഫ് എ പ്ലസ് എന്ന് വെച്ചാൽ സൈൻ ഓഫ് എ പ്ലസ് ബി ഓൾറെഡി നമുക്കറിയാം 45 എന്നറിയാം. സൈൻ 45 ഡിഗ്രി അല്ലേ? അപ്പോൾ സൈൻ 45 എത്രടാ? 1/√2 കേട്ടോ. ആൻസർ കിട്ടി. ഇത്ര ഉള്ള പരിപാടി കേട്ടോ. എളുപ്പമാണേ കേട്ടോ, തെറ്റിക്കരുത് കേട്ടോ. എളുപ്പം. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ സൂപ്പർ ഹീറോയുടെ വെബ്സൈറ്റ് കയറിയിട്ടോ നമ്മുടെ യൂട്യൂബിൽ കയറിയിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്താൽ നിങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ പോലും നിങ്ങൾ പുറത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും നമ്മളോട് ജോയിൻ ചെയ്തിട്ടില്ല, ഇവിടെ പഠിക്കുന്നില്ല, നിങ്ങൾ വേറെ സ്കൂളിൽ വേറെ ട്യൂഷൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കട്ടോ, പറഞ്ഞു തരാം. അതായത് നിങ്ങൾ പൈസ ഒന്നും തരണ്ട കേട്ടോ, നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റൻ നോക്കിയേ. സോൾവ് 2 cos square theta പ്ലസ് sin theta മൈനസ് 2 = 0. ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. 0 എത്തിക്കണം. നോക്കി, ഇവിടെ sin theta ഉണ്ട്, ഇവിടെ cos theta ഉണ്ട്, അല്ലെ? cos square theta നമുക്ക് എന്താ LHS എഴുതാം അല്ലെ? സോൾവ് ചെയ്യാൻ അപ്പോൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്താ ഈ cos square theta എനിക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു എന്താ 1 മൈനസ് sin square theta എന്ന് എഴുതാം അല്ലേ? എങ്ങനെ എഴുതാം? 1 മൈനസ് sin square theta എവിടെ നിന്ന് വന്നേ? നമുക്കറിയാം sin square theta പ്ലസ് cos square theta = 1 ആണെങ്കിൽ cos square theta എന്താ 1 മൈനസ് sin square theta അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി. ഓക്കെ, പ്ലസ് എന്താ sin theta മൈനസ് 2 എന്ന് എഴുതി അല്ലേ? = 0. ഈ 2 അതോട്ട് വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ 2 മൈനസ് 2 sin square theta അല്ലേ? പ്ലസ് sin theta മൈനസ് 2 = 0. ഈ +2 -2 വെട്ടിപ്പോയി. ബാക്കി എനിക്ക് എന്താ ഉള്ളത്? -2 sin square theta പ്ലസ് sin theta = 0 അല്ലേ? മൈനസ് കളഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് 0 മൈനസ് കളഞ്ഞ ബാക്കി എന്ത് വരും? 2 sin square theta മൈനസ് sin theta = 0. ടെക്സ്റ്റ് ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ ഫുള്ള് വന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഓഡിയെങ്കിലും കേട്ടൊന്ന് ഊഹിക്കുക കേട്ടോ. കാരണം എന്താ ഫുള്ള് ചിലപ്പം സ്പീഡ് എഴുതുമ്പോൾ ഫുള്ള് അക്ഷരം തെളിഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന കാര്യം കേട്ടിരിക്കുക കേട്ടോ. ഇവിടെ കോമൺ എന്താ? sin theta കോമൺ അല്ലേ? sin theta കോമൺ എന്താ? കോമൺ എടുത്ത് ബാക്കി എന്താ? 2 sin theta മൈനസ് 1 = 0. അപ്പോൾ നോക്കിയടാ, ഒന്നെങ്കിൽ sin theta 0, ഒന്നെങ്കിൽ sin theta 0, അല്ലെങ്കിൽ 2 sin square theta മൈനസ് 1 = 0. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ sin theta = 0 ആണെങ്കിൽ എന്താ sin theta 0 എന്ന ഏത് ആംഗിളാണ്? sin 0 ഡിഗ്രി അല്ലേ? അപ്പോൾ theta = 0 ഡിഗ്രി. അല്ലെങ്കിൽ എന്താ 2 sin theta മൈനസ് 1 = 0 ആണ്. അപ്പോൾ എന്താ 2 sin theta എന്താ 1 വരും അല്ലേ? അപ്പോൾ sin theta എന്താ 1/2 വരും. അപ്പോൾ sin theta 1/2 വരുന്ന ഏത് ആംഗിളാണ്? sin 30 ഡിഗ്രിയിലാണ്. അപ്പോൾ theta എന്താ 30 ഡിഗ്രി കേട്ടോ. ഇതാണ് അടുത്ത പാറ്റേൺ. ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എയും ബിയും സിയും ഒരു ട്രയാങ്കിളിൻ്റെ അക്യൂട്ട് ആംഗിൾസിൻ്റെ എ ബി സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സിയുടെ അക്യൂട്ട് ആംഗിൾസ് ലെസ് ദാൻ 90 വരുന്ന അക്യൂട്ട് ആംഗിൾ. അങ്ങനെയെങ്കിൽ പ്രൂവ് ചെയ്യണം tan of a plus b by 2 = c/2. അപ്പോൾ ഇവിടെ എന്താ വലുത് ഇത് തന്നെ, അത് LHS, ഇത് RHS, വലുത് ഇത് ചെയ്യാം. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ എടുക്കുമെങ്കിൽ എ ബി സി എടുക്കുമെങ്കിൽ എന്താ പറയുക? ആംഗിൾ എ പ്ലസ് ബി പ്ലസ് സി = 180 ഡിഗ്രി, ശരിയല്ലേ? അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ? വലുത് ഇവനാണ്ട് LHS എടുക്കുക പ്ലാൻ. അപ്പോൾ എന്താ LHS എന്താടാ? tan of a plus b by 2 അല്ലേ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ a plus b മതി. അപ്പോൾ a plus b ഈക്വൽ ചെയ്യുമ്പോൾ എന്താ a plus b = അല്ലേ? a plus b = എന്താ 180 മൈനസ് സി എന്നല്ലേ? അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ tan ഓഫ് എന്താ a plus b ക്ക് വരാം 180 അല്ലേ? 180 മൈനസ് സി ബൈ 2 എന്ന് എഴുതി അല്ലേ?
അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ 180 എന്താ 180/2 - c/2 എന്ന് എഴുതി. ശരിയല്ലേ? നോക്ക്, ടാൻ ഓഫ് 180/2 എന്ന് പറഞ്ഞാൽ 90 - c/2 അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ടാൻ 90 - തീറ്റ = കോട്ട് തീറ്റ. അതായത് ടാൻ 90 മൈനസ് കഴിഞ്ഞാൽ എന്ത് വന്നാലാണോ അത് എന്ത് വരുന്നത് അത് കോട്ട. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടാൻ 90 - x ആണെങ്കിൽ എന്താ കോട്ട് എക്സ് അല്ലേ? ടാൻ 90 മൈനസ് എന്താ c/3 ആണെങ്കിൽ എന്താ കോട്ട് അല്ലേ? c/3. അങ്ങനെ ടാൻ 90 - c/2 എന്ത് വരുവാ? കോട്ട് c/2 വരും കേട്ടോ. ഇതാണ് സംഭവം. വിച്ച് ഈസ് ഈക്വൽ ടു RHS ഹെൻസ് പ്രൂവ്ഡ് കേട്ടോ. എത്ര ഉള്ള പരിപാടി ഹെൻസ് പ്രൂവ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഇച്ചിരി ടൈറ്റ് പോലെ തോന്നാം കണ്ട, പക്ഷേ സംഭവം എളുപ്പമാണ്. സൈൻ എ ഈസ് ഈക്വൽ ടു 1/3 അങ്ങനെയെങ്കിൽ 2 കോട്ട് സ്ക്വയർ എ പ്ലസ് 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അതാ പറയുന്നത് കേട്ടോ. സൈൻ എ 1/3 ആണെങ്കിൽ 2 കോട്ട് സ്ക്വയർ എ എന്താ പറയുക 2 കോട്ട് കോസ് അല്ല 2 കോട്ട് സ്ക്വയർ എ പ്ലസ് എന്താ 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അതാണ്. അപ്പോൾ കോട്ടിൻ്റെയും ടാൻ്റെ വാല്യൂ ഒന്നുമില്ല, സൈൻ്റെ മാത്രം വാല്യൂ ഉള്ളൂ. നമുക്കറിയാം ഈ കോട്ട് എന്ന് വെച്ചാൽ എന്താ? കോട്ട് എന്ന് വെച്ചാൽ എന്താ? കോസ് ബൈ സൈൻ ആണ് അല്ലേ? കോസ് എ ബൈ സൈൻ എ ആണ് അല്ലേ? എന്താ കോട്ടെ, ശരിയല്ലേ? നമുക്ക് കോസ് ഇല്ല, സൈൻ മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ സൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/3 ശരിയല്ലേ? 1/3 നമുക്ക് സൈൻ എന്താ 1/3 നമുക്ക് കിട്ടി, ശരിയല്ലേ? നമുക്കൊരു ഫോമിൽ അറിയാം എന്താ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ = 1 നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എന്താ കോസ് സ്ക്വയർ എ എന്താ 1 - സൈൻ സ്ക്വയർ എ എന്ന് എഴുതി അല്ലേ? അപ്പോൾ നമുക്ക് എന്താ സൈൻ എ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കോസ് സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? എങ്ങനെയായാലും കോസ് ഉണ്ട്, അതെന്താ ജസ്റ്റ് സൈൻ എ 1/3 ആണ്. അങ്ങനെ എന്താ സൈൻ സ്ക്വയർ എ എന്താ 1/3 ദ ഹോൾ സ്ക്വയർ ആണ് അല്ലേ? അങ്ങനെ എന്താ കോസ് സ്ക്വയർ എന്താ ഈ ഫോമിൽ ഇട്ട് കൊടുത്താൽ എന്താ 1 - സൈൻ സ്ക്വയർ. അപ്പോൾ എന്താ 1 - 1/3 ദ ഹോൾ സ്ക്വയർ 1/9 അല്ലേ? എന്ത് വരും? ഈക്വേറ്റ് എന്ത് വരും? 9 - 1 അല്ലേ? 9 - 1/9 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ 8/9 എന്ന് കിട്ടും. കോസ് എന്താ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എന്താ 8/9 എന്ന് കിട്ടി. സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 1/9 എന്ന് കിട്ടി. സൈൻ സ്ക്വയർ 1/9 എന്ന് കിട്ടി അല്ലേ? 1/9 എന്ന് കിട്ടി. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താ 2 കോട്ട് സ്ക്വയർ എ പ്ലസ് 2 എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യുന്നത് എന്താ 2 കോട്ട് സ്ക്വയർ എ പ്ലസ് 2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കോട്ട് സ്ക്വയർ എന്താടാ? കോട്ട് സ്ക്വയർ എന്താടാ? കോസ് സ്ക്വയർ എ ബൈ സൈൻ സ്ക്വയർ എ എന്നല്ലേ? കോട്ട് സ്ക്വയർ നമുക്ക് ഓൾറെഡി അറിയാം എന്താ 8/9 എന്ന് അറിയാം. സൈൻ സ്ക്വയർ എത്രടാ ബൈ 1/9 എന്ന് അറിയാം. അപ്പോൾ 9 വെട്ടി ബാക്കി എന്താ 8 വരും. അപ്പോൾ എന്താ കോട്ട് സ്ക്വയറുടെ വാല്യൂ 8 കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടി അല്ലേ? കോട്ട് സ്ക്വയർ. അപ്പോൾ അങ്ങനെ 2 ഇൻറ്റു കോട്ട് സ്ക്വയറുടെ വാല്യൂ 8 ആണ് അല്ലേ? 2 പ്ലസ് 2 അപ്പോൾ 2 × 8 16 16 പ്ലസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 18 വന്നു. ഇതാണ് ആൻസർ കേട്ടോ. ആൻസർ എന്ന് പറഞ്ഞാൽ 18 വരും കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യണം കേട്ടോ. ജസ്റ്റ് സൈനെ മാത്രം തരുമെങ്കിൽ ആ ഹിൻറ്റ് വെച്ചിട്ട് സൈനെ മാത്രമേ ഉള്ളൂ. കോട്ടെ അപ്പോൾ കോട്ടിലേക്ക് എത്തണമെങ്കിൽ കോസ് വേണം. കോസ് വേണമെങ്കിൽ എന്താ പറയുക ഇങ്ങനത്തെ ഐഡൻറ്റിറ്റി ഫോമിൽ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ തോട്ട് ചെയ്താൽ അത് കേട്ടോ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക ട്രിഗ്നോമെട്രി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് മൊത്തം കവർ ചെയ്തു കേട്ടോ. അത്യാവശ്യം കിടിലാവട്ടം മൊത്തം കവർ ചെയ്തു. നമുക്കിനി ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിൽ ഒരു സ്ഥിരം ചോദിക്കുന്ന ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണ് ദ ഷാഡോ ഓഫ് എ ടവർ ഈസ് √3 ടൈംസ് ഇറ്റ്സ് ഹൈറ്റ് അങ്ങനെ ഫൈൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടവർ. ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യും? വേറൊന്നുമല്ല, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ചാപ്റ്റർ ആണ്. വേറൊന്നുമല്ല, ഒരു ടവർ. ഓക്കെ, നമുക്ക് ടവറിനെ നമുക്ക് ഇങ്ങനെ ഇത് ടവറായിട്ട് വരയ്ക്കുന്നു. അപ്പോൾ ടവറിനെ ഞാൻ AB എന്ന് വിളിക്കുന്നു. അപ്പോൾ താഴെ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റിനെ ഞാൻ H എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഷാഡോ ഓഫ് എ ടവർ ഈസ് √3 ടൈംസ് ഇസ് ഹൈറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ടവർ ഇതാണെങ്കിൽ അതിൻ്റെ ഷാഡോ എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വന്ന് നിൽക്കും അല്ലേ? ശരിയല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അല്ലേ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടവർ അല്ലേ? ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? അതായത് എന്താ ടവറിൻ്റെ ഭാഗത്തിൻ്റെ ബേസിൽ എന്താ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് വെച്ചാൽ എന്താ നമ്മുടെ കണ്ണ് എവിടെയാണോ നിൽക്കുന്ന ഇതിപ്പോൾ നമ്മുടെ നമ്മളിവിടെ നിൽക്കുന്നത് വിചാരിച്ചോ. സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണ് ടവറിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുന്നത് ഇങ്ങനെയല്ലേ നോക്കുന്നത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ നോക്കുന്നത്, ശരിയല്ലേ? ഇപ്പോൾ ഇത് വലിയ ടവറാണ്, നമ്മളിവിടെ നിൽക്കുന്നെങ്കിൽ നമ്മുടെ കണ്ണ് ഇവിടെ നിൽക്കുന്നെങ്കിൽ ടവറിൻ്റെ മുകളിലേക്ക് എന്താ മോൾ ഭാഗം ഇതല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ നോക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ വെച്ചാൽ എന്താ നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, ശരിയല്ലേ? അപ്പോൾ അങ്ങനെ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് ഷാഡോ ഓഫ് ടവർ ഈസ് √3 ടൈംസ് ഇസ് ഹൈറ്റ്. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ അറ്റ് ടോപ്പ് ഓഫ് ടവർ. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇത് ടവറാണ്, ടവറിൻ്റെ ഷാഡോ വന്ന് അടിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നു, ഇവിടെ നേരെ ആംഗിൾ ഓഫ് എലിവേഷൻ ടവറിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ സ്വാഭാവികമായിട്ട് ആംഗിൾ ഓഫ് എലിവേഷൻ ഇവിടെ ഫോം ചെയ്യും, താഴെ നിന്ന് മുകളിലേക്ക് ഫോം ചെയ്യും, ആംഗിൾ ഇവിടെ ഫോം ചെയ്യും, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്, ഇത് ടവറിൻ്റെ ഹൈറ്റ് H, സ്വാഭാവികമായിട്ട് എന്താ ടവറിൻ്റെ ഷാഡോ ഇവിടെ വന്ന് അടിക്കുന്നു. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കും, ആംഗിൾ ഓഫ് എലിവേഷൻ θ, ശരിയല്ലേ? അങ്ങനെ ടവറിൽ നിന്നും ഷാഡോയിലേക്കുള്ള ദൂരം എത്ര? ഈ കാണുന്നില്ല, ടവറിൽ നിന്നും ഷാഡോയിലേക്ക് ദൂരം ഈ കാണുന്നത്, ശരിയല്ലേ? അപ്പോൾ അവരെന്താ പറയുന്നത്? ഷാഡോ ഓഫ് എ ടവർ ഈസ് √3 ടൈംസ് ഇസ് ഹൈറ്റ്. അപ്പോൾ ടവറിൻ്റെ ഹൈറ്റ് H ആണെങ്കിൽ എൻ്റെ ഷാഡോയുടെ ഹൈറ്റ് എത്ര? √3 H.
ഇത്രയും ഓക്കെയാണ്. ടവറിൻ്റെ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഷാഡോ റൂട്ട് 3 നമുക്ക് ടവർ ആയതുകൊണ്ട് എപ്പോഴും സ്ട്രൈറ്റ് അപ്പം 90 ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അങ്ങനെ എന്താ ഇത് ഹൈപ്പോട്ടൻസ് നമുക്കറിയാം. ശരിയല്ലേ? ഇത് ഹൈപ്പോട്ടൻസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് എലിവേഷൻ തീറ്റ ഇതാണെങ്കിൽ ഇതെന്താ ഇത് ഈ സൈഡ് അഡ്ജസൻ്റ് എന്നറിയാം. അങ്ങനെ ഈ സൈഡ് എന്താ ഇത് ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞ അല്ലേ? അങ്ങനെ നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലേ? തീറ്റ കാണണ്ടല്ലേ? തീറ്റ കാണും അല്ലേ? അപ്പം തീറ്റ കാണണമെങ്കിൽ എന്താ നമുക്ക് എന്തൊക്കെ വാല്യൂസ് ഉണ്ട്? നമുക്ക് ഈ വാല്യൂ ഉണ്ട്, ഈ വാല്യൂ ഉണ്ട്. ഹൈപ്പോട്ടൻസ് ഇല്ല. അപ്പം ഹൈപ്പോട്ടൻസ് വരാത്ത ഏതാ? സൈൻ തീറ്റ ആണെങ്കിൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടൻസ്. അപ്പോൾ സൈൻ നമുക്ക് പറ്റത്തില്ല അല്ലേ? കോസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താ? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടൻസ്. കോസും പറ്റത്തില്ല. ടാൻ തീറ്റ എന്താടാ? അഡ്ജസൻറ്റ് ബൈ അല്ലേ? അല്ല ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് അല്ലേ? OH ഓൾഡ് ഹെൻറി ആൻഡ് ഓൾഡ് ആൻറ്റി അല്ലേ? അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? ഓപ്പോസിറ്റ് എന്താടാ? തീറ്റയുടെ ഓപ്പോസിറ്റ് എന്താ? എച്ച് അല്ലേ? എച്ച് ഇതല്ലേ ഓപ്പോസിറ്റ് എച്ച് അല്ലേ? ബൈ അഡ്ജസൻറ്റ് എന്താ? √3h ശരിയല്ലേ? അപ്പോൾ എച്ചും 1/h വെട്ടിപ്പോയി ബാക്കി എന്ത് വരും? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/√3 വരും. അപ്പോൾ ടാൻ തീറ്റയുടെ 1/√3 വരുന്ന ഏത് ആംഗിളാണ്? 1/√3 ഏത് ആംഗിളാണ്? ടാൻ 30 ഡിഗ്രിയിലാണ് വരുന്നത് അല്ലേ? അങ്ങനെ തീറ്റ എന്താടാ? തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ എന്താ ഒരു മരം വന്ന് വീഴുന്നു, ട്രീ ഫോളോ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പാറ്റേൺ ചോദ്യം ചോദിക്കാം കേട്ടോ. അപ്പോൾ ഷാഡോയുടെ ചോദ്യം അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ പൊതുവേ എന്താ പറയുക ഇങ്ങനത്തെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് പൊതുവേ വരുന്നത്. ഓക്കെ, അപ്പം ഷാഡോയുടെ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഒരു ട്രീ വന്ന് വീഴുവാണെങ്കിൽ ഒരു ട്രീ ആണെങ്കിൽ ട്രീ പാതിക്ക് വെച്ച് വന്ന് വീഴുന്നു അങ്ങനെയെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. യെസ്, അപ്പോൾ ഇത് സിമ്പിളാണ്, പാടില്ല, സിമ്പിളാണ് ചെയ്യാം കേട്ടോ.